അപ്പോൾ നമ്മുടെ മാമ്പഴ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് കശുവണ്ടി, മുന്തിരിങ്ങ എല്ലാം ഡെക്കറേഷൻ ചെയ്യുക. കുറച്ച് മാതളം, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ നമ്മുടെ മാമ്പഴ പായസം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഇതേപോലെ കാണണം, രണ്ടും കാണണം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ എപ്പോഴും പറയുന്നില്ല, എൻ്റെ ഫോൺ കംപ്ലൈൻറ്റ് പോലെ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഈ മാമ്പഴം കിട്ടിയാൽ ഇതേപോലെ ഒരു മാമ്പഴ പായസം വെച്ച് കഴിക്കണം. അടിപൊളിയാണ്, നല്ല രുചിയാണ് കേട്ടോ കഴിക്കാൻ. ഇപ്പോൾ ചൂടുണ്ടായതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഒരു മാമ്പഴവും ഒരു മാങ്ങയും കൂടെ കൈകൊണ്ട് നല്ലോണം തിരുമിയിട്ട് ഇതിനകത്ത് ഇങ്ങനെ കഴിക്കണം. അപ്പോൾ നമുക്ക് മധുരം ഉണ്ടോ എന്ന് നോക്കിക്കളയാം കേട്ടോ. ഇത്തിരി മാതളവും എല്ലാം കൂടെ ഇട്ടിട്ട് നോക്കാം. ചവരിയൊക്കെ ഇട്ടുകൊണ്ട് നല്ല രസമാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞുകൊണ്ട് അല്ല കാര്യം, നിങ്ങളത് ഉണ്ടാക്കി ഇതേപോലെ തന്നെ ഉണ്ടാക്കണം. ഞാൻ വെച്ച സാധനങ്ങൾ പോലെ തന്നെ ചെറുപയർ പരിപ്പ് മസ്റ്റായിട്ട് ചേർത്തിരിക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയോ, കിടിലമായിരിക്കും. ഒരു വെറൈറ്റി പായസമായിരിക്കും. ഓക്കെ, അടുത്തൊരു വീഡിയോസ് തൊട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.